നമസ്കാരം, ഞാൻ ഡോക്ടർ മനോരമ ദേവി കെ രാജൻ. സ്ട്രോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഒരു സമയബന്ധിത മെഡിക്കൽ എമർജൻസിയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്ട്രോക്ക് ഉണ്ടാകാം. സ്ട്രോക്ക് എന്ന് വെച്ചാൽ തലച്ചോറിലെ രക്തയോട്ടത്തിനുള്ള കുറവ് കാരണമാണ് സ്ട്രോക്ക് ഉണ്ടാകാൻ കാരണം. രണ്ട് തരത്തിലുള്ള സ്ട്രോക്ക് ഉണ്ട്: ഇസ്കെമിക് സ്ട്രോക്ക് ആൻഡ് ഹെമറേജിക് സ്ട്രോക്ക്. ഇസ്കെമിക് സ്ട്രോക്ക് 85% ഓഫ് സ്ട്രോക്കും ഇസ്കെമിക് സ്ട്രോക്കാണ്. റിമൈനിങ് 15% ഉള്ളൂ ഹെമറേജിക് സ്ട്രോക്ക്. സ്ട്രോക്ക് വന്നാൽ എങ്ങനെ മനസ്സിലാക്കാം? ഫാസ്റ്റ് എന്നുള്ള വേർഡ് മൂലം സ്ട്രോക്ക് മനസ്സിലാക്കാൻ പറ്റും. എഫ് ഫോർ ഫേസ്, FACE ഫേസ്. മുഖത്തിൻ്റെ ഒരു സൈഡിലെ കോണൽ ചിരിക്കാൻ പറയുകയാണെങ്കിൽ ആ സൈഡ് അനങ്ങത്തില്ല. A ഫോർ ആം, കാലിനുള്ള ബലക്കുറവ്. കൈ പൊക്കാൻ പറയുക, കാല് പൊക്കാൻ പറയുകയോ ചെയ്താൽ അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. S ഫോർ സ്പീച്ച്, സംസാരത്തിനുള്ള കഴിവുകേട്, സംസാരം തിരിയാതിരിക്കുക, മറ്റൊരാൾ നമ്മുടെ പേര് ചോദിക്കുക, പറയാനുള്ള ബുദ്ധിമുട്ട്. ഇതിനാണ് സ്പീച്ച് എന്ന് പറയുന്നത്. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്നില് ഫേസോ, സംസാരത്തിൻ്റെ ബുദ്ധിമുട്ടോ, കൈക്കോ കാലിനോ ബലക്കുറവോ ഏതേലും വരികയാണെങ്കിൽ ഉടൻ തന്നെ ഒരു മെഡിക്കൽ എമർജൻസി ആംബുലൻസ് വിളിക്കുകയോ ഏറ്റവും അടുത്തുള്ള സ്ട്രോക്ക് ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എത്തുകയോ ചെയ്യണം. ടൈം ഈസ് ബ്രെയിൻ എന്നുള്ള അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 4.5 മണിക്കൂർ 6 മണിക്കൂറിനുള്ളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇസ്കെമിക് സ്ട്രോക്ക് ആണെങ്കിൽ സ്ട്രോക്ക് അലിയിച്ച് കളയുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്.